കേരളത്തോളം തന്നെ പഴക്കമുണ്ട് തിരുവല്ലാമലയിലെ ഈ ഈശ്വര ചൈതന്യത്തിനും. പരശുരാമൻ ആദ്യം ലക്ഷ്മണ വിഗ്രഹം പ്രതിഷ്ഠിച്ചെന്നും പിന്നീട് ഭഗവാൻ ശ്രീരാമൻ്റെ ചൈതന്യം കണ്ടെത്തിയെന്നും ഐതിഹ്യം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും അനഭിമുഖമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഇരട്ട ശ്രീകോവിലുകളോടുകൂടിയ ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. കിഴക്കോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിക്കപ്പെട്ടുള്ളത് ലക്ഷ്മണ സങ്കല്പത്തിലും പടിഞ്ഞാട്ട് അഭിമുഖമായി പ്രതിഷ്ഠിക്കപ്പെട്ടുള്ളത് ശ്രീരാമ സങ്കല്പത്തിലും ഭക്തജനങ്ങൾ ആരാധിച്ചു വരും. തലമുറകൾ പലകുറി ഈ മലയുടെ മുകളിലെത്തി പുനർജനി നുഴുത് മോക്ഷം നേടി. മര്യാദാ പുരുഷനായ രാമനോട് വിഷമങ്ങൾ കരഞ്ഞു പറഞ്ഞു. ആഗ്രഹസിദ്ധിക്കായി സരസ്വതിയുടെ മുന്നിൽ കല്ലുകൾ കോർത്തുവച്ചു. ലക്ഷ്യപ്രാപ്തിക്കായിട്ട് അല്ലെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിനായിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ നമ്മുടെ ഈ സരസ്വതി കുണ്ടിൽ ആൽത്തറയിൽ ഒരു 11 കല്ല് എന്ന് പറയുമ്പോൾ അത് മാറോടാണ്. ശരിക്ക് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മാറോടിൻ്റെ ആ ഓടുകൾ ഒരു 11 എടുത്ത് അടുക്കി വെച്ച് രാമമന്ത്രം ചൊല്ലി അവരുടെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണം നടക്കണേ എന്ന് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ശ്രീരാമജയം എന്ന ഒറ്റ വാക്കെഴുതിയാൽ ഇഷ്ടഭക്തൻ കനിഞ്ഞനുഗ്രഹിക്കും. ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ആഞ്ജനേയനെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആഞ്ജനേയൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി അദ്ദേഹം ചൊല്ലുന്ന ശ്രീരാമജയം എന്നുള്ള ആ ഒരു മന്ത്രം പേപ്പറിൽ എഴുതി നറുക്കുകളാക്കി ഭഗവാന് മാല ചാർത്താറുണ്ട്. പ്രകൃതിയും ഭക്തിയും ഇത്ര മനോഹരമായി എങ്ങനെ സമന്വയിച്ചെന്നറിയില്ല. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു വശം പാലക്കാട്, ഒരു വശം തൃശ്ശൂർ, ഇടയിൽ തഴുകിയെത്തുന്നുണ്ട് തെന്നൽ. എ വി മുകേഷിനൊപ്പം ഗോകുൽ BS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.